ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യുവർ മിറർ. എൻ്റെ പേര് നീനു. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്ന ഒരു ഹോം പെഡിക്യൂറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഈ വീഡിയോയിൽ ചില പ്രത്യേകതകളുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യമായിട്ട് ഈ പെഡിക്യൂർ ചെയ്യുന്നത് എൻ്റെ കാലിലല്ല, എൻ്റെ ഹസ്ബൻഡിനാണ് ഞാനിപ്പോൾ പെഡിക്യൂർ ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് ഹോം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളത്. ഞാൻ ഇതിനകത്ത് അധികം ഹോം ഇൻഗ്രീഡിയൻസ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അല്ലാതെ നമ്മുടെ വീട്ടിൽ സാധാരണ മിക്കവാറും തന്നെ മേടിച്ച് വെച്ചിട്ടുണ്ടാകുന്ന ചില കാര്യങ്ങളൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത്. എന്നത് ഈസിലി അവൈലബിൾ അല്ലാത്ത പ്രൊഡക്ട്സ് ഒന്നും അല്ല, ഒത്തിരി കോസ്റ്റ്ലിയും അല്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എൻ്റെ വേർഷൻ ഓഫ് പെഡിക്യൂറാണ് ഞാൻ ഇന്നിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ പ്രൊസീജിയറിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എന്തൊക്കെയാണ് ഞാൻ ഇതിനിവിടെ എടുത്തേക്കുന്നതെന്ന് നോക്കാം. ഒരു ബക്കറ്റിൽ ഒരു അര ബക്കറ്റ് മീഡിയം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഹൈഡ്രോജൻ പെറോക്സൈഡ് നമ്മളുടെ മെഡിക്കൽ ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. അധികം വിലയൊന്നുമില്ല, ഒരു 30 രൂപയിൽ താഴെയിൽ മേടിക്കാൻ കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ചെറിയ ബോട്ടിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ബേബി ഷാമ്പു, മൈൽഡ് ഷാമ്പു ഇതിൽ യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സ്കിൻ ഡ്രൈ ആവും. അതുകൊണ്ട് ഞാൻ ജോൺസൻ്റെ ഒരു ബേബി ഷാമ്പു എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാരങ്ങ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ, ഞാനിതിപ്പോൾ എടുത്തിട്ടില്ല. പിന്നെ എടുത്തേക്കുന്നത് ഒരു സ്ക്രബാണ്, ബോഡി സ്ക്രബ്. ഇതിന് പകരം നിങ്ങൾക്ക് നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് യൂസ് ചെയ്യാം. കോഫി പൗഡറിൻ്റെ സ്ക്രബ് നല്ലതാണ്. അതുപോലെ പഞ്ചസാര, ഉപ്പൊക്കെ വെച്ചിട്ട് എണ്ണയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സ്ക്രബുകളുണ്ട്, അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഒരു പ്യൂമിക് സ്റ്റോൺ വിത്ത് നെയിൽ ബ്രഷ്. നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നില്ലാത്ത ഏതെങ്കിലും ഒരു ബ്രഷ് എടുക്കാം. പ്യൂമിക് സ്റ്റോൺ എല്ലാവരും തന്നെ വീട്ടിലുണ്ടായിരിക്കും. അപ്പോൾ പ്യൂമിക് സ്റ്റോൺ എടുക്കുക. ഇതിന് പകരം സ്റ്റീലിൻ്റെതൊക്കെ ഉണ്ട്, അതാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ എടുക്കുക. പിന്നെ വെരി ഇമ്പോർട്ടൻറ്റ്, അവസാനത്തേക്ക് ഒരു മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. അതുപോലെ മാനിക്യൂർ സെറ്റുള്ള ചില സാധനങ്ങൾ നമ്മൾക്ക് മാനിക്യൂർ സെറ്റ് ഇപ്പം ഞാൻ ആദ്യം എൻ്റെ ഹാൻഡ് കെയർ വീഡിയോയ്ക്കകത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് സാധനങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കുറച്ച് കാര്യങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടെ കാണുക. അപ്പോൾ നമുക്ക് എങ്ങനെ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇവിടെ ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ജോൺസൻ്റെ ബേബി ഷാമ്പു എടുത്ത് വെച്ചിരിക്കുന്ന അതുകൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അടുത്തായിട്ട് ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്. അതിൻ്റെ ഒരടപ്പ്, ചെറിയൊരടപ്പിൽ ഒരടപ്പ് ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്തു. ഞാൻ ആദ്യം ചൂടുവെള്ളം അല്ലായിരുന്നു എടുത്ത് വെച്ചിരുന്നത്, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഇപ്പോൾ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സഹിക്കാൻ പറ്റുന്ന ഒരു ചൂട് വരുന്ന അത്രയും ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുക്കുക. ചൂടുവെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം അതിൽ കാല് മുക്കി വെക്കുക. ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ മുക്കി വെക്കണം. നമ്മൾ കാല് മുക്കുമ്പോഴത്തേക്കും കാലിൽ ഒരു ടിംഗ്ലിംഗ് സെൻസേഷൻ, എന്തെങ്കിലും കുത്തുന്ന പോലെ ഒരു സെൻസേഷൻ ഉണ്ടായിരിക്കും. അത് ശരിക്കും ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ്. നമ്മളിപ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആഡ് ചെയ്തിരിക്കുന്ന നഖത്തിൻ്റെ ഇടയ്ക്കുള്ള അഴുക്കും കാലിലെ അഴുക്കൊക്കെ ശരിക്കും ഒന്ന് ഇളകിപ്പോരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം 20 മിനിറ്റ് അതിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സ്കിന്നെല്ലാം നന്നായിട്ട് സോഫ്റ്റായി. ഇനി ഞാൻ കാലിലേക്ക് ഒരു സ്ക്രബ് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം ബോഡി ഷോപ്പിൻ്റെ ഒരു സ്ക്രബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നാച്ചുറലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള സ്ക്രബ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് സ്ക്രബ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. നല്ല ഡെഡ് സ്കിന്നൊക്കെ നന്നായിട്ട് റിമൂവ് ആയി നല്ലൊരു എക്സ്ഫോളിയേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തു. ഇനി അടുത്തായിട്ട് നെയിൽ ബ്രഷ് എടുത്തിട്ട്, അഥവാ നിങ്ങളിപ്പോൾ നെയിൽ ബ്രഷ് അല്ല യൂസ് ചെയ്യുന്നതെങ്കിൽ ഏത് ബ്രഷാണ് ഇപ്പം പഴയ ഉപയോഗിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബ്രഷാണെങ്കിൽ അതെടുത്തിട്ട് അതിൽ കുറച്ച് ഷാംപൂ ആഡ് ചെയ്യുക. ഇപ്പം ഷാംപൂ അല്ല, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ, നെയിലിൽ എന്തെങ്കിലും യെല്ലോ കളറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ടൂത്ത് പേസ്റ്റ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാവുന്നതാണ്. അതിന് ശേഷം നന്നായിട്ട് നഖമൊക്കെ ഒന്ന് നെയിൽ ബ്രഷ് വെച്ചിട്ട് വൃത്തിയായിട്ട് ക്ലീൻ ചെയ്ത് കൊടുക്കുക. അഴുക്ക് പോകാനും അതേപോലെ എന്തെങ്കിലുമൊക്കെ ഡിസ്കളറേഷൻ ഉണ്ടെങ്കിൽ അത് പോകാനും ഒക്കെ കൂടെയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നെയിൽ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കാലിൻ്റെ സൈഡിലും പുറകിലും അടിയിലും ഒക്കെ നന്നായിട്ട് ആ ബ്രഷ് വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്കും കുറച്ചുകൂടി നല്ലൊരു എക്സ്ഫോളിയേഷൻ കിട്ടും. കുറച്ച് ഹാർഡായിട്ടുള്ള സ്കിന്നാണ് ആ ഭാഗത്തൊക്കെ ഉള്ളത്, അപ്പോൾ നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും.
അതിനുശേഷം നമ്മുടെ പ്യൂമിക് സ്റ്റോണിൻ്റെ ഭാഗം വെച്ചിട്ട് ഞാൻ ശരിക്കും ഒന്ന് സർക്കുലർ മോഷനിൽ ചെറിയ ജെൻറ്റിലായിട്ടുള്ളൊരു പ്രഷർ കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെഡ് സ്കിൻ ബാക്കിയുള്ളതെല്ലാം കൂടെ നല്ല കുതിർന്നിരിക്കുന്നതുകൊണ്ട് വൃത്തിയായിട്ടത് പോരും. നമ്മൾ ഈ വൃത്തിയാക്കുന്ന കൂട്ടത്തിൽ തന്നെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും ആ ഹാർഡ്നെസ് ഒക്കെ പോയി സ്മൂത്തായി വരുന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഓവറായിട്ട് പ്രഷർ കൊടുക്കാൻ ഒരിക്കലും നിൽക്കരുത്. ഇനി നല്ല ഫ്രഷ് ആയിട്ടുള്ള വെള്ളത്തിൽ കാല് വൃത്തിയായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് ഒപ്പിയെടുക്കുക, വെള്ളമെല്ലാം ഒന്ന് ഒപ്പിയെടുക്കുക. ഒരിക്കലും നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ എന്ത് തുണി വെച്ചിട്ടായാലും റബ്ബ് ചെയ്യാനൊന്നും പാടില്ല. അതിനുശേഷം നമുക്ക് നഖം ഒന്ന് വൃത്തിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ആദ്യം ഹൈഡ്രജൻ പെറോക്സൈഡ് എടുക്കുന്നുണ്ട്. അത് സ്ഥിരമായിട്ട് നമ്മൾ ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. പക്ഷേ നഖത്തിൻ്റെ ഇടയ്ക്കൊക്കെ നന്നായിട്ട് അഴുക്കുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അത് കളയാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് നഖത്തിൻ്റെ ഇടയിൽ ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വൃത്തിയാക്കാനായിട്ടുള്ള ഈ ടൂൾ വെച്ചിട്ട് നമുക്ക് ഇപ്പോൾ നെയിൽ കട്ടറിൻ്റെ ഇടയ്ക്കുള്ള ആ ടൂളായാലും മതിയാകും. അത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് നഖത്തിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഓടിച്ചു കൊടുക്കുക. അപ്പോഴേക്കും അഴുക്ക് എന്തെങ്കിലുമൊക്കെ ഉള്ളത് ശരിക്കും ഒന്ന് പതഞ്ഞ് പൊങ്ങി വരും. നമുക്കിപ്പം ഇതിൽ കാണാൻ പറ്റും ആ അഴുക്കെല്ലാം കൂടെ നന്നായിട്ട് പൊങ്ങി വരുന്നുണ്ട്. ഡെഡ് സ്കിൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതും പൊങ്ങി വരുന്നത് കാണാൻ പറ്റും. അടുത്തായിട്ട് ഞാൻ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ആ എക്സ്ട്രാ പുറമേ നിൽക്കുന്ന അഴുക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് എല്ലാം ഒന്ന് ഒപ്പിക്കളഞ്ഞിട്ടുണ്ട്. അതിനുശേഷം പുറമേ എന്തെങ്കിലുമൊക്കെ ഡെഡ് സ്കിൻ വന്നിരിക്കുന്നുണ്ടെങ്കിൽ അതോടെ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി അടുത്തായിട്ട് ക്യൂട്ടിക്കൽ പുഷർ വെച്ചിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്ന അതിപ്പോൾ ഓൾറെഡി കുതിർന്നിരിക്കുകയാണ്. ഈ ക്യൂട്ടിക്കിളൊക്കെ ബാക്കിലോട്ടൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് വെക്കുക. കുറച്ച് ജെൻറ്റിലായിട്ട് ചെയ്യണം. ഒരിക്കലും നമ്മൾ ഒത്തിരി ഫോഴ്സിൽ അത് ചെയ്ത് മുറിവുണ്ടാക്കാൻ പാടില്ല. അത് പിന്നെ നഖത്തിൻ്റെ സൈഡിലൊക്കെ ഇൻഫെക്ഷൻ ഉണ്ടാവാനും ചാൻസ് ഉണ്ടാകും. ഇനി നമുക്ക് ആ ഡ്രൈ ആയിട്ടുള്ള കുതിർന്നിരിക്കുന്ന ആ പോർഷൻ എല്ലാം ഒന്ന് റിമൂവ് ചെയ്ത് കളയാം. നഖത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നമുക്ക് മിക്കവാർക്കും തന്നെ സ്കിൻ നല്ല കട്ടിയായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യൂട്ടിക്കൽ റിമൂവിങ് ടൂൾ എടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ആ സ്കിന്നൊക്കെ ജസ്റ്റ് ഒന്ന് പീൽ ചെയ്ത് കളയുന്നുണ്ട്. അതും ഒത്തിരി ഫോഴ്സിൽ നമ്മൾ ചെയ്യരുത്, ജെൻറ്റിലായിട്ട് ചെയ്യണം. ഫോഴ്സിൽ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ എന്തായാലും ഒരു മുറിവുണ്ടാവും. അടുത്തായിട്ട് നഖം ഒന്ന് നെയിൽ കട്ടർ വെച്ചിട്ട് വൃത്തിയായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നഖം കട്ട് ചെയ്ത ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഡെഡ് സ്കിൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് കൂടെ ഒന്ന് റിമൂവ് ചെയ്ത് കളയണം. അടുത്തതായിട്ട് നെയിൽ ഫയലിംഗ് ആണ്. ഒരു നെയിൽ ഫയലിംഗ് ടൂൾ വെച്ചിട്ട് നന്നായിട്ട് ആ നഖം ഒന്ന് ഫയൽ ചെയ്ത് കൊടുക്കുക. ഫയൽ ചെയ്യുമ്പം എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഒരേ ഡയറക്ഷനിലേക്ക് തന്നെ ഫയൽ ചെയ്യാൻ ട്രൈ ചെയ്യണം. ഇപ്പോൾ എല്ലാ നഖവും കട്ട് ചെയ്ത് കഴിഞ്ഞ് ക്യൂട്ടിക്കളെല്ലാം റിമൂവ് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മോയ്സ്ചറൈസേഷൻ. അതിനുവേണ്ടി ഞാനിപ്പോൾ ഒരു ഫുഡ് ക്രീം എടുത്തിട്ടുണ്ട്. ജോവീസിൻ്റെ ഒരു ഫുഡ് ക്രീമാണ്. അതിൻ്റെ അകത്ത് എക്സ്ഫോളിയേഷന് പറ്റുന്ന സ്ക്രബില്ലാത്ത പോലത്തെ ചെറിയ തരികളുണ്ട്. അപ്പോൾ ചെറിയൊരു എക്സ്ഫോളിയേഷനോടെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് അത് മേടിക്കാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. അതില്ല എങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുക. മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കുന്ന കൂട്ടത്തിൽ കാലിലൊരു ചെറിയ മസാജ് കൂടെ കൊടുക്കുക. ശരിക്കും നമുക്കൊരു റിലാക്സേഷൻ ഫീലായിരിക്കും. അപ്പോൾ
അപ്പോൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നല്ല വൃത്തിയായിട്ടുണ്ട്. കാലിൻ്റെ അടിയിലൊക്കെ നല്ല ബേബി സോഫ്റ്റ് കാലായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു കാല് ചെയ്യുന്നതേ കാണിക്കുന്നുള്ളൂ. ഇതുപോലെ നിങ്ങൾ 2 കാലും ചെയ്യുക. മോയ്സ്ചറൈസ് ചെയ്യാനായിട്ട് ഒരിക്കലും മറക്കാതിരിക്കുക, പ്രത്യേകം ശ്രദ്ധിക്കണം. വീഡിയോ കണ്ടല്ലോ, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളാണ്. വീക്ക്ലി വൺസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അഥവാ ഇപ്പം നിങ്ങൾക്ക് പറ്റില്ല, സമയം കിട്ടില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസമെങ്കിലും ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ കാല് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ മുഖവും കൈയും ഒക്കെ സൂക്ഷിക്കുന്ന പോലെ തന്നെ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ട ബോഡി പാർട്ടാണ് കാല്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക.